അല്ലാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ തർക്കിച്ചേ പറ്റൂ. ഹബീബായ തങ്ങളുടെ ഒരു വിശേഷണം ഒരാൾ ഇല്ലാതെയാക്കിയാൽ അതിൽ തർക്കിച്ചേ പറ്റൂ. അതിൽ തർക്കം ഒഴിവാക്കണമെന്ന് വഅദ് പറഞ്ഞത് ഹദീസിന് നടത്തിയ ദുർവ്യാഖ്യാനമാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുതരാം. ശരിക്ക് നമുക്കൊറ്റ മദ്ഹബേ ഉള്ളൂ, അഥവാ ആദർശം പഠിപ്പിക്കണം, വ്യക്തമായ ആദർശം. അലിക്കുത്തുസ്ഥാനൊന്നും എടുക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മൾ എന്നും പറയുന്നതാണ് എല്ലാ കാലത്തും. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പഠിക്കാതെ, ആദർശം പറയാതെ കൊടിമ്പോടും കെട്ടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങള് എന്തൊക്കെ സമരോ എന്തൊക്കെ കള്ളുഷാപ്പ് പഠിപ്പിക്കലോ എന്തായിട്ടും കാര്യമില്ല. ആദർശം കയ്യിലില്ലേ, നിങ്ങൾ 0 പോയിന്റിലാണ്. അതാണ് വഫാത്താകുന്നതിന്റെ മുമ്പ് മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് നടത്തിയ അഭിമുഖം. ഓരോന്ന് ബലന്നെ ചെയ്തേക്കും, പിന്നെ നമ്മക്കത് കാര്യവും ഇവരെ കൊണ്ട് കിട്ടുന്ന ഓരോ നേട്ടം. അപ്പൊ ഇത് വേണം. അതാ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഈ പുതിയ സംഘടനാ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തരും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആളുകളെ ഈ ജമാഅത്തെ ഇസ്ലാമി സ്വഭാവത്തിലേക്ക്, ഈ ഒരു തയ്യാറാക്കപ്പെട്ട കൗമിലേക്ക് മാറ്റിയെടുക്കുന്ന പണി അത് നടക്കൂല. അസം മുസ്ലിയാരും മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദും എ.പി. ഉസ്താദും താജുൽ ഉലമയും ഇവരൊക്കെ വഹാബിയോട് മറുപടി പറഞ്ഞിട്ടാണ് ജീവിച്ചതെങ്കിൽ അതിനേക്കാൾ ഒരു നല്ല ബുദ്ധി അത് വേണ്ട, അത് ഞങ്ങൾ അംഗീകരിക്കൂല. അത് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. ഞങ്ങൾ അവിടെയാണുള്ളത്. നെല്ലിക്കുത്ത് ഉസ്താദ് തന്റെ അഭിമുഖത്തിൽ, മാളിയേക്കൽ സഖാഫിയാണ് അഭിമുഖം നടത്തുന്നത്. ഇപ്പൊ ചിലപ്പോ മൂപ്പർക്കും തോന്നിയിട്ടുണ്ടാവും വേണ്ടിയില്ലായിരുന്നു, പക്ഷെ അള്ളാഹ്ക്ക് നേരത്തെ അറിയാലോ നിങ്ങൾ ഇക്കോലത്തിലാവും. അതുകൊണ്ട് അള്ളാഹ് ഞങ്ങൾക്ക് നേരത്തെ തന്നതാ. നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു നോക്കൂ. ഒന്ന് രണ്ട് തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. എന്താ തിരുത്തൽ എന്ന് പറഞ്ഞാല്, ഇപ്പോ ബിദ്അത്തിന്റെ കക്ഷികളിലുള്ള യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, അവർക്ക് അവരുടെ ആശയം അറിയുന്നത് പോലെ, അവരുടെ ആശയം അവർ പഠിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള SSFകാരും SYSകാരും പഠിച്ചിട്ടില്ല. ആശയം പഠിച്ചാൽ ആവേശം പോരാ. അപ്പൊ ആശയം കൂടി പഠിക്കണം. വെറും യോഗത്തിൽ പങ്കെടുക്കുക, പൈസ എടുപ്പിച്ച, കൊടി പിടിച്ച എന്നുള്ള ഇത് മാത്രം പോരാ. ആദർശം നല്ല പഠിക്കണം. പഠിക്കണം എന്ന് പറഞ്ഞാല്, ഒരു സ്ഥലത്ത് ഒരു മുജാഹിദ് വന്ന് വാള് പറഞ്ഞാല് അവിടുത്തെ SYSകാരനും SSFകാരനും അതിന് ആദ്യം മറുപടി പറഞ്ഞാൽ മതി. അവര് ഒരു വട്ടോ 2 വട്ടോ മറുപടി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ മതി. നിങ്ങളും അല്ലെങ്കിൽ പേരോടൊക്കെ പിന്നെ ചെന്നാൽ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞതിന് ശേഷം മതി AP ഒക്കെ. അന്നെനിക്ക് ഒന്നാമത്തെ 2ാമത്തെ തവണ മറുപടി. ഉസ്താദിന്റെ ആ നല്ല കാല ഇപ്പൊ ബലന്നെ ഈ രംഗത്ത് പിന്മാറിയതൊക്കെ ഉസ്താദ് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാത്തിനും നല്ല അടി തന്നെ കിട്ടുമായിരുന്നു. ആ കോലത്തിലാ ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, അപ്പോ എത്ര വലിയ അപകടമാണിത്. ഇനി നിങ്ങൾ നന്നായി ചിന്തിക്കണം സഹോദരങ്ങളെ. ഇപ്പോ വേറൊന്നും കൂടി പറയാ. ഇതൊക്കെ പുതിയത് കിട്ടിയപ്പോ അതിങ്ങനെ പറയൽ നിർബന്ധമായതുകൊണ്ട് പറഞ്ഞതാട്ടോ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എങ്ങോട്ടാണ് ഈ പോക്ക്. ഈ സമൂഹത്തെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ അതിനെതിരായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ പേരാണ് കള്ള ശരീഅത്ത്.